അള്ളാഹു പറഞ്ഞത് മൂസയുടെ കയ്യിലുള്ള ഹൂത്ത് മഹാ അറിവാണെന്ന് അദ്ദേഹം വിചാരിച്ചു. ഹൂത്ത് എന്ന് പറഞ്ഞ മാ ഇഹത്തവത്തെന്നാണ്. ഒരു മനുഷ്യൻ മാ ഇഹത്തവ എന്ത് ഉൾക്കൊള്ളുന്നുവോ അതാണ് അവന്റെ ഹൂത്ത്. താൻ എന്താണോ ഇപ്പൊ ഉൾക്കൊണ്ട അറിവ്, മാ ഇഹത്തവ മിനൽ ഇൽമി, ഒരു മനുഷ്യൻ എന്താണോ ഇപ്പോൾ അവന്റെ ചിന്തയിലുള്ള അറിവ് അതാണ് അവന്റെ ഹൂത്ത്, മീനല്ല. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാക്കാം. തർക്കത്തിനൊന്നും നമ്മളിപ്പോ തർക്കം നിർത്തി, വെട്ടാണോ നിർത്തി. മീന് പൊരിച്ച് കഷ്ണങ്ങളാക്കി ഒരു ഇലയിൽ പൊതിഞ്ഞ് മൂസയും മൂസയുടെ ബാല്യക്കാരനും യാത്ര പോയി ഒരു പാറപ്പുറത്ത് ഇരുന്ന് അവിടുന്ന് ഈ മീന് ജീവൻ വെച്ച് കടലിലേക്ക് ഓടിയെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാം, ഒരു എതിരുമില്ല. അതിന് വേണ്ട ഒരുപാട് കിതാബുകളുടെ പേര് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം അവർക്ക്. അത് വിശദീകരിക്കുന്ന കിതാബുകളുടെ തഫ്സീറുകളുടെ പേരും പറഞ്ഞു കൊടുക്കാം, എതിരല്ല. പക്ഷെ അതിനെ ഭാഷാപരമായിട്ട് വിശദീകരിക്കുമ്പോൾ, അതിനെ ലിസാനിയായിട്ട് വിശദീകരിക്കുമ്പോൾ മാ യഹ്തവ മിനൽ ഇൽമി, ഒരു മനുഷ്യൻ എന്തറിവാണോ അവൻ ഉൾക്കൊള്ളുന്നത് അതാണ് അവന്റെ ഹൂത്ത്. ആ ഹൂത്തുമായിട്ടാണ് മൂസ യാത്രയാകുന്നത്. എവിടേക്ക്? അറിവിന്റെ രണ്ട് സാഗരങ്ങൾ എവിടെയാണ്? ബാത്തിനും ലാഹിറും, ആന്തരികമായ അറിവും ബാഹ്യമായ അറിവും സംഗമിക്കുന്ന സ്ഥലം തിരഞ്ഞ് മൂസ പോവുകയാണ്. ആ സംഗമിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ തന്റെ കയ്യിലുള്ള അറിവ് ആ സാഗരത്തിലാണ് അത്ഭുതകരമായ ഒരു വഴി തുറന്നു കൊടുക്കുന്നത്. അതാണ് ഇത്തഹദ ഫിൽ ബഹരി അജബാന്ന് പറഞ്ഞത്. അത്ഭുതകരമായ ഒരു വഴിയാണ്. തന്റെ കയ്യിലുള്ള അറിവ് കൊണ്ട് പോയപ്പോഴാണ് നമുക്കുണ്ട്. ഞാൻ അതാ പറയുന്നത്, ഞാൻ പറഞ്ഞതാണ്. 4 കൊല്ലം മുമ്പ് എന്റെ കയ്യിലുള്ള അറിവുമായി വിജ്ഞാനത്തിന്റെ സാഗരത്തിലേക്ക് പോയപ്പോൾ അറിവിന്റെ അജബാണ് തുറന്നു കിട്ടിയത്. എന്നെ ആ മീനെങ്ങാനും വിഴുങ്ങിക്കളഞ്ഞിരുന്നുവെങ്കിൽ, മൂസയെ കുറച്ചു കാലം ആ മീൻ വിഴുങ്ങിക്കളഞ്ഞു. മൂസയെന്ന് പറഞ്ഞ യൂനുസിനെ, മൂസ തന്നെയാണ് യൂനുസ്, അത് പിന്നെ പറയാം. ആ യൂനുസിനെ വിഴുങ്ങിക്കളഞ്ഞു ആ മീന്. തന്റെ കയ്യിലുള്ള അറിവിന്റെ ബാത്തിനിൽ അതിന്റെ ഉള്ളിൽ കഴിഞ്ഞു. അതിന്റെ ഉള്ളിൽ കഴിഞ്ഞാൽ പിന്നെന്താ? യാഥാർത്ഥ്യങ്ങൾ അറിയില്ല. പക്ഷേ അദ്ദേഹം ലൗലാ അൻ കാന മിനൽ മുസബ്ബഹീൻ, അദ്ദേഹം തസ്ബീഹ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അതിന്റെ ആ മീനിന്റെ ആ തന്റെ കയ്യിലുള്ള അറിവിന്റെ ഉള്ളിൽ തന്നെ, ഈ ബത്നിഹി, അതിന്റെ ബാത്തിനിൽ തന്നെ, അതിന്റെ ഉള്ളിൽ തന്നെ കഴിയേണ്ടി വന്നേനെ. പക്ഷെ അദ്ദേഹം മുസബ്ബിഹായി എന്ന് പറഞ്ഞ അറിവിന്റെ സാഗരത്തിൽ നീന്താൻ തുടങ്ങി. തസ്ബീഹ് അതാണ്. സിബാഹത്ത് പറഞ്ഞ നീന്തലാണ്. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, നീന്തിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിവിന്റെ ചക്രവാളത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം. ആ അറിവിന്റെ സാഗരത്തിലൂടെ നീന്തിയില്ലായിരുന്നുവെങ്കിൽ അസാഫൂന, ഓരോ ജ്ഞാനങ്ങളും സഫീർ, തെളിച്ച് ശുദ്ധീകരിച്ച് കൊണ്ടുവരുന്ന ആളായിരുന്നില്ലായിരുന്നുവെങ്കിൽ, അപ്പൊ മുസബ്ബിഹു ആകണം, സാഫൂനയാകണം. സാഫൂന എന്ന് പറഞ്ഞ സൂഫിയാകന്നെ. സൂഫി എന്ന് പറഞ്ഞാൽ ഓരോ ജ്ഞാനങ്ങളെയും തെളിച്ച് കൊണ്ടുവരിക, അറിവിനെ സംസ്കരിച്ച്, അതാണ് സാഫൂൻ, തെളിച്ചു കൊണ്ടുവരിക. ജ്ഞാനങ്ങൾ ഓരോന്നും മനസ്സിനെ, ചിന്തയെ ശുദ്ധീകരിച്ച് കൊണ്ടുവരികയും വിജ്ഞാനത്തിന്റെ സാഗരത്തിലൂടെ അദ്ദേഹം നീന്തുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം അവിടെ തന്നെ കഴിയേണ്ടി വന്നേനെ. ഇനി അയാൾക്ക് വൈജ്ഞാനികമായൊരു ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് കിട്ടുക എങ്കിൽ അന്നേ പിന്നെ അയാൾക്ക് ആ മീനിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുകയുള്ളൂ. അതാണ് ഈ ഹൂത്തും കയ്യിൽ പിടിച്ച് നടക്കിയിരുന്നു നമ്മൾ. അപ്പോഴാണ് നമ്മൾ വിജ്ഞാനത്തിന്റെ മരീചിക അവിടെ കണ്ടത്. അതാണ് ഫത്തഹദ ഫിൽ ബഹരി സറബ എന്ന് പറയുന്നത്. അതാണ് സറാബ്, മരീചിക. ഒരിക്കൽ അത് മരീചികയാണ് സൃഷ്ടിച്ചതെങ്കിൽ ഒരിക്കൽ ആ സമുദ്രത്തിൽ വിജ്ഞാനത്തിന്റെ അത്ഭുതകരമായ വഴികളാണ് ഒരിക്കൽ ആ ഹൂത്ത് തുറന്നു കൊടുത്തത്. നോക്കൂ, നിങ്ങൾ ആ വ്യത്യാസം നോക്കൂ. ഒരിക്കൽ സറബ മരീചികയാണ് കാണിച്ചു കൊടുത്തത്, മറ്റൊരിക്കൽ വിജ്ഞാനത്തിന്റെ അത്ഭുതകരമായ വഴികളാണ് തുറന്നു കൊടുത്തത്. അപ്പൊ തന്റെ കയ്യിലുള്ള ഹൂത്തുമായിട്ട് യാത്ര പോകണം. ഇതാണ് ആത്യന്തികമായ സത്യമെന്നൊരാൾ വിചാരിച്ചാൽ അവന് ഫിറൗനായിട്ട് മുങ്ങിച്ചാകേണ്ടി വരും. അവന് എമ്മില് മുങ്ങാനേ വിധിയുള്ളൂ.
അവന് രക്ഷപ്പെടൂല. അവന് അറമയായി കഴിയേണ്ടി വരും. അവന് ബസീറാകാൻ കഴിയുകയില്ല. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അവന് അബസയാകാനേ കഴിയുകയുള്ളൂ. അവന് സബഇലേക്ക് വരാൻ കഴിയില്ല.